നമസ്കാരം. ഏഴാമത്തെ അധ്യായം കേരള ഫ്രം 8th to 18th സെഞ്ചുറി. 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കേരളത്തിന്റെ ചരിത്രം. 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കേരളത്തിന്റെ കാലഘട്ടത്തെ കേരളത്തിന്റെ മധ്യകാലം എന്നാണ് വിളിക്കുന്നത്. The period between 8th to 18th century is considered as the medieval period of Kerala. കേരളത്തിന്റെ മധ്യകാലം, കേരള ചരിത്രത്തിലെ മധ്യകാലം എന്നാണ് ഈ 8 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത്. ഈ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിപിയിലുള്ള ചില ശാസനങ്ങളിൽ നിന്നാണ്. ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിപിയിൽ, വട്ടെഴുത്ത് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അങ്ങനെ വട്ടെഴുത്ത് സ്ക്രിപ്റ്റിലുള്ള ശാസനങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലുള്ള ശാസനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തരിസാപ്പള്ളി ശാസനം, തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് എന്ന് പറയും. ഇതിൽ നിന്നാണ് നമുക്ക് ഈ 8-18 കാലഘട്ടത്തിന്റെ വിവരങ്ങളൊക്കെ ലഭിക്കുന്നത്. The most important source of information about the Nadus of Kerala, the വട്ടെഴുത്ത് ഡോക്യുമെന്റ്സ്. ആ കാലഘട്ടത്തിലാണ് കേരളത്തിലെ നാടുകൾ നിലനിന്നിരുന്നത്. നാടു എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. ഈ നാടുകളെ കുറിച്ചൊക്കെ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ഡോക്യുമെന്റ്സിൽ നിന്നാണ്. നാഡൂസ് എമർജ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് തമിഴകം എബൌട്ട് വിച്ച് വി ഹാവ് സ്റ്റഡീഡ് ഇയർലിയർ. 8ാം ക്ലാസ്സിൽ നമ്മൾ ഏൻഷ്യന്റ് തമിഴകം എന്ന് പറയുന്ന ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. അതിൽ ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലാണ് ഈ നാടു എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായത്. നാടുകൾ എന്ന് പറയുന്നത് നിരവധി കുടികൾ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. കുടികൾ ഉണ്ടാകുന്നത് ഊരുകൾ ചേർന്നിട്ടാണ്. എന്താണ് നാടു, എന്താണ് ഊര്, എന്താണ് കുടി എന്നൊക്കെ നോക്കാം. നാടു എന്ന് പറയുന്നത് നിരവധി ഊർ ചേരുന്നതാണ് ഒരു നാടു എന്ന് പറയുന്നത്. ഊർ എന്ന് പറയുന്നത് കുടികൾ ചേരുന്നതാണ്. നോക്കുക, ദ കുടീസ് വെയർ ദ ഫാമിലീസ് ഓഫ് ഒക്കുപേഷണൽ ഗ്രൂപ്പ്സ് എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. ദ ചീഫ് ഓഫ് കുടി വാസ് കുടിപതി. കൃഷി തൊഴിലാക്കി ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടം, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ കുടി എന്ന് പറയുന്നത്. കുടിക്ക് ഒരു ചീഫ് ഉണ്ടാവും, അയാളെ കുടിപതി എന്ന് പറയും. അങ്ങനെയുള്ള മെനി കുടീസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ദ ഊർ. കുറെ കുടികൾ ചേരുമ്പോൾ ഒരു ഊർ ആയി മാറും, ഒരു ഊര് ആയി മാറും. ദ ചീഫ് ഓഫ് ഊർ ഈസ് ഊരാളർ. ഊരിന്റെ ചീഫിനെ ഊരാളർ എന്ന് പറയും. മെനി ഊഴ്സ് കൺസിസ്റ്റഡ് എ നാടു. അങ്ങനെയുള്ള കുറെ ഊരുകൾ ചേരുമ്പോൾ ഒരു നാടായി മാറും. ദ ചീഫ് ഓഫ് നാടു വേർ നാടുവാഴി. നാടിന്റെ ചീഫിന് നാടുവാഴി എന്ന് വിളിച്ചു. ഇതാണ് കുടി, ഊര്, നാടു എന്ന് പറയുന്ന സമ്പ്രദായം. The Nadus were under the Perumals who ruled Kerala with their capital Mahodayapuram. ഇന്നത്തെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലം പണ്ട് മഹോദയപുരം എന്നറിയപ്പെട്ടിരുന്നു. ഈ മഹോദയപുരം തലസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന പെരുമാൾമാരായിരുന്നു നാടുകളുടെ അധിപതികൾ. ഈ നാടുകളെല്ലാം പെരുമാൾമാരുടേതായിരുന്നു. അങ്ങനെ 14 നാടുകൾ ഉണ്ടായിരുന്നു. കോലത്ത് നാട് മുതൽ വേണാട് വരെ, അങ്ങ് പടിഞ്ഞാറ് വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെ 14 നാടുകളാണ് ഉണ്ടായിരുന്നത്. ഈ നാടുകളെല്ലാം പെരുമാളിന്റെ മേധാവിത്വം അംഗീകരിച്ചിരുന്നു. It was during this period that a centralized rule came into being in Kerala for the first time. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കേന്ദ്രീകൃത ഭരണം ഉണ്ടാകുന്നത് പെരുമാൾമാരുടെ ഭരണകാലഘട്ടത്തിലാണ്. Rulers from രാജശേഖരൻ to രാമകുലശേഖരൻ ruled during 800 to 1122 CE with Mahodayapuram as their capital. 800 മുതൽ 1122 വരെയുള്ള കൊല്ലവർഷ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ ഇറ കാലഘട്ടത്തിലെ രാജശേഖരൻ മുതൽ രാമകുലശേഖരൻ വരെയുള്ള ഭരണാധികാരികൾ മഹോദയപുരം കേന്ദ്രമാക്കി ഭരണം നടത്തി. നമുക്ക് പഠിക്കേണ്ട ചോദ്യം, വാട്ട് വെയർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂൾ ഓഫ് പെരുമാൾസ്. പെരുമാൾമാരുടെ ഭരണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ എന്നൊരു ചോദ്യമുണ്ട്. 4 പോയിന്റുകൾ, അത് പ്രധാനപ്പെട്ടത്. ഒന്നാമത്തെ പോയിന്റ്, പെരുമാൾസ് റെപ്രസെന്റേറ്റീവ്സ് കാൾഡ് കോയിലധികാരികൾ. പെരുമാൾമാർക്ക് പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഭരണം നടത്തുന്നതിന് അവർക്ക് പ്രത്യേക പ്രതിനിധികളെ വെച്ചാണ് അവർ ഭരണം നടത്തിയത്. ആ പ്രതിനിധികളെ കോയിലധികാരികൾ എന്നാണ് വിളിച്ചിരുന്നത്. രണ്ടാമത്തെ പ്രത്യേകത, ഇൻ ദ മാറ്റേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ദ പെരുമാൾസ് വെർ അസിസ്റ്റഡ് ബൈ നാലുതളി ദ കൗൺസിൽ ഓഫ് ബ്രാഹ്മിൻസ്. ഇനി ഭരണകാര്യങ്ങളിൽ പെരുമാൾമാരെ സഹായിക്കുന്നതിന് ബ്രാഹ്മണന്മാരുടെ ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു. ആ കൗൺസിലിന്റെ പേര് നാലുതളി എന്നായിരുന്നു. In the matters of administration, the Perumals were assisted by നാലുതളി, the council of Brahmins. ഭരണകാര്യങ്ങളിൽ പെരുമാൾമാരെ സഹായിക്കുന്നതിന് ബ്രാഹ്മണന്മാരുടെ ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു. ആ കൗൺസിലിന്റെ പേര് നാലുതളി എന്നായിരുന്നു. മൂന്നാമത്തെ പോയിന്റ്, പെരുമാൾസ് മിലീഷ്യ കാൾഡ് 1000.
പെരുമാൾമാർക്ക് ഒരു സൈന്യം ഉണ്ടായിരുന്നു. ആ സൈന്യത്തിന്റെ പേര് 1000 എന്നായിരുന്നു. നാലാമത്തെ പോയിന്റ്, പെരുമാൾസ് ലെവിയുടെ ടാക്സസ് ഫ്രം ദ നാഡൂസ്, നഗരാസ്, ബ്രാഹ്മൺ ഗ്രാമാസ്, ടെമ്പിൾസ് എക്സെട്ര. പെരുമാൾമാര് നികുതി പിരിച്ചെടുത്തിരുന്നു. നാടുകളിൽ നിന്ന്, നഗരങ്ങളിൽ നിന്ന്, ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ നിന്ന്, ക്ഷേത്രങ്ങളിൽ നിന്ന് ഒക്കെ നികുതി പിരിച്ചെടുത്തിരുന്നു. ദീസ് വെയർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെരുമാൾസ് അഡ്മിനിസ്ട്രേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സ്വരൂപംസ് എന്ന് പറയുന്നത് ആണ്. സ്വരൂപംസ് എന്താണ്? സ്വരൂപങ്ങൾ. ബൈ ദ 12th century CE the centralized rule of the പെരുമാൾസ് came to an end. ഏകദേശം 12ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും പെരുമാൾമാരുടെ ഭരണം അവസാനിച്ചു. The നാഡൂസ് became independent. നാടുകൾ 14 നാടുകൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഈ നാടുകളൊക്കെ ഇൻഡിപെൻഡന്റ് ആയി. The positions of power that developed in the നാഡൂസ് were known as നാടുവാഴി സ്വരൂപംസ്. ഈ നാടുകൾ നിലനിന്നിരുന്ന സ്ഥലത്തൊക്കെ പുതിയ അധികാരികൾ വളർന്നു വന്നു. ആ അധികാര കേന്ദ്രങ്ങളെ സ്വരൂപങ്ങൾ എന്ന് വിളിച്ചു. ദ മേജർ നാടുവാഴി സ്വരൂപംസ് വെയർ. അങ്ങനെ പ്രധാനപ്പെട്ട 4 നാടുവാഴി സ്വരൂപങ്ങൾ ഉണ്ടായിരുന്നു. ആ 4 നാടുവാഴി സ്വരൂപങ്ങൾ ഇതൊക്കെയാണ്. 1 കോലത്ത് നാട് അല്ലെങ്കിൽ കോലസ്വരൂപം. 2 ഏറനാട് അല്ലെങ്കിൽ നെടിയിരിപ്പ് സ്വരൂപം. 3 കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടും. 4ാമത്തേത് വേണാട്, അതിനെ തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെടും. ഇങ്ങനെ 4 സ്വരൂപങ്ങൾ ഉണ്ടായി 12ാം നൂറ്റാണ്ടോട് കൂടി. ദ സ്വരൂപംസ് വേർ ദ റൂളിംഗ് ഫാമിലീസ് വിത്ത് the right of self-rule and the allowed matrilineal system of inheritance. എന്താണ് സ്വരൂപംസ് എന്ന് ചോദിച്ചാല് കുടുംബ ഭരണമാണ്. സ്വരൂപംസ് വേർ ദ റൂളിംഗ് ഫാമിലീസ് വിത്ത് ദ റൈറ്റ് ഓഫ് സെൽഫ് റൂൾ. സ്വയം ഭരണ അധികാരമുള്ള കുടുംബങ്ങളാണ് സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടത്. അവര് മാട്രിലീനിയൽ സിസ്റ്റമാണ് ഫോളോ ചെയ്തിരുന്നത്, മരുമക്കത്തായ സമ്പ്രദായം. അതായത് അവര് അധികാരം കൈമാറിയിരുന്നത് മരുമക്കൾക്കാണ്, മക്കൾക്കല്ല. അതിനാണ് മാട്രിലീനിയൽ സിസ്റ്റം എന്ന് പറയുക. ദ സ്വരൂപംസ് ഹാഡ് ദെയർ ഓൺ മിലിറ്ററി. അരിസിപ്പിടി ജനം ഓഫ് വേണാട്, പടമല നായന്മാർ ഓഫ് കോലത്തുനാട് ആൻഡ് ലോകര് ഓഫ് നെടിയിരിപ്പ് വേർ സച്ച് ആർമീസ്. ഈ സ്വരൂപങ്ങൾക്ക് സ്വന്തമായി സൈന്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സൈന്യങ്ങളാണ് വേണാട്ടിന്റെ അരിസിപ്പിടി ജനം, അതുപോലെ കോലത്തുനാടിന്റെ പടമല നായന്മാർ, അതുപോലെ നെടിയിരിപ്പ് സ്വരൂപത്തിന്റെ സൈന്യത്തിന്റെ പേര് ലോകര് എന്നൊക്കെയായിരുന്നു. ഇങ്ങനെയുള്ള സൈന്യം ഉണ്ടായിരുന്നു. In order to increase their power, the Nadus used to clash with one another and used to join force against the common enemy. The Portuguese and the Dutch who reached in the Kerala coast by the end of the 15th century used to intervene in such clashes for their trade interests. ഇങ്ങനെയുള്ള നാടുകൾ പരസ്പരം സംഘടിച്ചു, അല്ലെങ്കിൽ അവർ പരസ്പരം ഏറ്റുമുട്ടുകയും പൊതുശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പോർച്ചുഗീസുകാരടക്കമുള്ളവർ 15ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ കേരള തീരത്തെത്തിയപ്പോൾ ഇതൊക്കെ സംഭവങ്ങളായിരുന്നു. Until the 18th century, the നാടുവാഴി സ്വരൂപംസ് continued without much change. By the second half of the 18th century, the sultans of Mysore, Hyder Ali and Tipu Sultan led military campaigns which created a frenzy among the നാടുവാഴീസ് of northern Kerala. 18ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലെ മൈസൂറിലെ സുൽത്താൻമാര് ഹൈദർ അലിയും ഹൈദർ അലിയുടെ മകൻ ടിപ്പു സുൽത്താനും കേരളത്തിലേക്ക്, ഇന്ന് കേരളം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലേക്ക് പടനയിച്ചു വന്നപ്പോൾ ഈ നാടുവാഴികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നാടുവാഴി സ്വരൂപങ്ങൾ പേടിച്ചരണ്ടു. അവർ അതുമുതലാണ് ഈ നാടുവാഴി സ്വരൂപങ്ങൾ ഇല്ലാണ്ടാകുന്നത്. നെടിയിരിപ്പ്, കോല ആൻഡ് അതർ സ്മാളർ സ്വരൂപംസ് quickly came under the മൈസൂർ സുൽത്താൻ. നെടിയിരിപ്പ് സ്വരൂപം, കോല സ്വരൂപം, ഇങ്ങനെയുള്ള ശക്തി കുറഞ്ഞ സ്വരൂപങ്ങൾ പലതും മൈസൂർ സുൽത്താൻമാരെ വടക്ക് ഭാഗത്തുള്ളവർ കീഴടക്കി. അതേസമയത്ത് നാടുവാഴിമാരും ദേശവാഴിമാരും ഒക്കെ വേണാട് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും തെക്കേയറ്റത്തേക്കുള്ള അല്ലെങ്കിൽ ഏറ്റവും തെക്കേ അറ്റത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. The പെരുമ്പടപ്പ് സ്വരൂപം of Kochi soon accepted the sovereignty of Mysore Sultans. Only Travancore resisted the attacks. മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണങ്ങളെ ധൈര്യസമേതം നേരിട്ടത് തിരുവിതാംകൂർ മാത്രമാണ്, അല്ലെങ്കിൽ ഏറ്റവും തെക്കേയറ്റത്തുള്ള തിരുവിതാംകൂർ മാത്രം ധൈര്യസമേതം നേരിട്ടു. ബാക്കിയുള്ളവരൊക്കെ ക്രമേണ സുൽത്താൻമാർക്ക് കീഴടങ്ങി. It was during this period that Kerala was divided into 3 regions, namely Travancore, Kochi and Malabar. ഈ കാലഘട്ടത്തിലാണ് കേരളം തിരുവിതാംകൂർ എന്നും കൊച്ചി എന്നും മലബാർ എന്നും 3 മേഖലകളായി തിരിക്കപ്പെടുന്നത്. By the close of the 18th century, the East India Company defeated Tipu Sultan. പിന്നെ 18ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴേക്കും ഇംഗ്ലീഷുകാരന്മാര് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ടിപ്പു സുൽത്താനും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്നു. ടിപ്പു സുൽത്താൻ ഇംഗ്ലീഷുകാരന്മാരെ പരാജയപ്പെടുത്തി. അങ്ങനെ ടിപ്പു സുൽത്താന്റേതായിരുന്ന മലബാർ എന്ന് പറയുന്ന പ്രദേശം ഇംഗ്ലീഷുകാരുടെ കൈകളിലായി. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ദ മലബാർ റീജിയൻ which was under the ടിപ്പു സുൽത്താൻ came. അങ്ങനെ
ടിപ്പു സുൽത്താന്റേതായിരുന്ന മലബാർ പ്രദേശങ്ങൾ ഇംഗ്ലീഷുകാരുടെ കൈകളിലെത്തി. വിത്ത് ദിസ് ദ ഇൻഡിപെൻഡന്റ് റൂൾ ഓഫ് ദ നാടുവാഴീസ് ഓഫ് മലബാർ കെയിം ടു ആൻ എൻഡ്. ട്രാവൻകൂർ ആൻഡ് കൊച്ചി കണ്ടിന്യൂഡ് ടു ബി പ്രിൻസിലി സ്റ്റേറ്റ്സ്. അങ്ങനെ മലബാറിലെ നാടുവാഴികളുടെ ഭരണം അവസാനിച്ചു. അവിടെ ബ്രിട്ടീഷുകാരന്റെ നേരിട്ടുള്ള ഭരണം വരുന്നു. പക്ഷെ തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളായി തുടരുകയും ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് റൈറ്റ്സ് ഓൺ ലാൻഡ്. പണ്ട് കാലത്തെ ഭൂമിയിലെ ഉടമസ്ഥാവകാശങ്ങളെ കുറിച്ചാണ്. പണ്ട് കാലത്ത് 3 തരത്തിലുള്ള ഭൂമിയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ചേരിക്കൽ. ചേരിക്കൽ എന്ന് പറഞ്ഞാൽ ലാൻഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് നാടുവാഴീസ്. നാടുവാഴികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയെ ചേരിക്കൽ എന്ന് പറയും. രണ്ടാമത്തേത് ബ്രഹ്മസ്വം. ദ ലാൻഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രാഹ്മിൺസ്. ബ്രാഹ്മണന്മാരുടെ ഭൂമിയാണ് ബ്രഹ്മസ്വം എന്ന് പറയുന്നത്. ബ്രാഹ്മണന് സ്വന്തം ബ്രഹ്മസ്വം. മൂന്നാമത്തേത് ദേവസ്വം. ദേവന് സ്വന്തമായിട്ടുള്ളത് ദ ലാൻഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ടെമ്പിൾസ്. ക്ഷേത്രഭൂമി, ക്ഷേത്രങ്ങളുടേത് അല്ലെങ്കിൽ ദേവന്റേതായിട്ടുള്ള ഭൂമിയെ ദേവസ്വം എന്ന് വിളിച്ചിരുന്നു. അപ്പൊ പണ്ട് കാലത്ത് 3 തരത്തിലാണ് ഭൂ ഉടമസ്ഥാവകാശം, ലാൻഡ് ഓണർഷിപ്പ് ഉണ്ടായിരുന്നത്. ചേരിക്കൽ, ബ്രഹ്മസ്വം, ദേവസ്വം. ചേരിക്കൽ മീൻസ് ലാൻഡ് കൺട്രോൾഡ് ബൈ നാടുവാഴീസ്. ബ്രഹ്മസ്വം മീൻസ് ലാൻഡ് ഓഫ് ബ്രാഹ്മിൺസ്. ദേവസ്വം മീൻസ് ദ ലാൻഡ് ഓഫ് ടെമ്പിൾസ്. ഓണേഴ്സ് ഓഫ് ദേവസ്വം ലാൻഡ് വേർ കാൾഡ് ഊരാളർ. ദേവസ്വം ലാൻഡിന്റെ ഉടമസ്ഥരെ ഊരാളർ എന്നാണ് വിളിച്ചിരുന്നത്. ദ റൂളേഴ്സ്, ബ്രാഹ്മിൺസ് ഓർ ദ പീപ്പിൾ ഓഫ് ദ ടെമ്പിൾ ഡിഡ് നോട്ട് ഡയറക്ട്ലി കൾട്ടിവേറ്റ് ഇൻ ദിസ് ലാൻഡ്. റൂളേഴ്സോ ബ്രാഹ്മണന്മാരോ അല്ലെങ്കിൽ ക്ഷേത്ര പ്രതിനിധികളോ ആരും തന്നെ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്തിരുന്നില്ല. They used to give the land for cultivation to middlemen called കാരാളർ. ഇവർ ഈ ഭൂമി മധ്യവർത്തികളെ ഏൽപ്പിക്കും കൃഷി ചെയ്യാൻ വേണ്ടി. ആ മധ്യവർത്തികളെ കാരാളർ എന്ന് വിളിച്ചു. അപ്പൊ ഊരാളർ, കാരാളർ. Then accordingly a power hierarchy was formed with the നാടുവാഴീസ് at the top and ഊരാളർ and കാരാളർ below. അങ്ങനെ ഒരു പവർ ഹൈറാർക്കി ഡെവലപ്പ് ചെയ്യപ്പെട്ടു. അധികാര ശ്രേണി ഉണ്ടായി വന്നു. അതിന്റെ ഏറ്റവും മുകളിൽ നാടുവാഴി, നാടുവാഴിക്ക് താഴെ ഊരാളർ, ഊരാളർക്കും താഴെ കാരാളർ. ഇങ്ങനെ ഒരു ശ്രേണി ഡെവലപ്പ്, അധികാര ശ്രേണി ഉണ്ടായി വന്നു. പിന്നീട് മാറ്റങ്ങൾ പിന്നെയും സംഭവിച്ചു കേരളത്തിലെ ലാൻഡ് ഓണർഷിപ്പില്. അങ്ങനെ 12, 18 നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ പിന്നെയും മാറ്റങ്ങൾ വന്നു. അതുകൂടി ചുരുക്കി ഒന്ന് നോക്കാം. ദ റൈറ്റ്സ് ഓവർ ദ ലാൻഡ് പാസ്ഡ് ഓൺ ഫ്രം one generation to another and became a birthright. ഭൂമിയുടെ അവകാശം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന സ്ഥിതി വന്നു. അപ്പോ ഭൂമി എന്ന് പറയുന്നത് ഒരു ജന്മ അവകാശമായി മാറി. ദിസ് കൈൻഡ് ഓഫ് ലാൻഡ് കെയിം ടു ബി നോൺ ആസ് ജന്മം ലാൻഡ്. അങ്ങനെ ജന്മനാൽ അവകാശമായി കിട്ടുന്ന ലാൻഡ് ജന്മം ലാൻഡ് എന്നറിയപ്പെട്ടു. ആൻഡ് ദ പീപ്പിൾ ഹു ഹാഡ് ദ ഓണർഷിപ്പ് റൈറ്റ് ഓവർ ദോസ് ലാൻഡ്സ് ആസ് ജന്മി. അങ്ങനെ ജന്മനാ ഭൂമി ഉള്ളവൻ അല്ലെങ്കിൽ ഓണർഷിപ്പ് റൈറ്റ് ഉള്ളവൻ ജന്മി എന്നറിയപ്പെടാനായിട്ട് തുടങ്ങി. എ കസ്റ്റം കാൾഡ് വെറും പാട്ടം became widely prevalent during this period. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു സിസ്റ്റമാണ്, കസ്റ്റമാണ് വെറും പാട്ടം എന്ന് പറയുന്നത്. The വെറുംപാട്ടം land was the land given to the Kudiyans by the Janmis with the agreement that a predeterminated share of the produce would be given to Janmi. അതായത് വെറും പാട്ടം എന്ന് പറയുന്നത് ജന്മിമാർ അവരുടെ ഭൂമി കുടിയാന്മാർക്ക് ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതാണ്. ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് എ പ്രീ ഡിറ്റർമിനേറ്റഡ് ഷെയർ ഓഫ് ദ പ്രൊഡ്യൂസ് വിഡ് ബി ഗിവൺ ടു ദ ജന്മി. ഒരു മുൻപേ നിശ്ചയിച്ചിരിക്കുന്ന ഒരു വിഹിതമുണ്ട്, ഷെയർ, അത് ജന്മിക്ക് കൊടുക്കണം വിളവെടുക്കുമ്പോൾ. ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു കണ്ടീഷൻ. ദ പണയപ്പാട്ടം സിസ്റ്റം വിച്ച് വാസ് ആൾസോ നോൺ ആസ് എ കാണം ആൻഡ് ഒറ്റി ബിക്കെയിം പ്രിവലന്റ് ആഫ്റ്റർ ദ പീരിയഡ് ഓഫ് പെരുമാൾസ്. പെരുമാൾമാർക്ക് ശേഷം പിന്നെ പ്രിവലന്റ് ആയ മറ്റൊരു സിസ്റ്റമാണ് പണയപ്പാട്ടം. പണയപ്പാട്ടത്തിന് കാണമെന്നോ ഒറ്റിയെന്നോ ഒക്കെ പറയും. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം എ പേഴ്സൺ ഹു ടുക്ക് ദ ലാൻഡ് ഓൺ ലീസ്, ഈ ലീസിനെ കാണക്കുടിയാൻ, അങ്ങനെ എടുക്കുന്ന ആളിനെ കാണക്കുടിയാൻ എന്നാണ് പറയുന്നത്. യൂസ്ഡ് ടു ഗിവ് ആൻ എമൗണ്ട് ആസ് സെക്യൂരിറ്റി ടു ദ ലാൻഡ് ലോഡ് വെൻ ഹി ലീസ്ഡ് ദ ലാൻഡ് ഫോർ കൾട്ടിവേഷൻ. ജന്മിയിൽ നിന്ന് ഭൂമി കൃഷിക്ക് വേണ്ടി കടമായി എടുക്കുമ്പോൾ സെക്യൂരിറ്റി ആയ ഒരു തുക ആദ്യമേ ഏൽപ്പിക്കും. ഇതിനാണ് പണയപ്പാട്ടം എന്ന് പറയുന്നത്. ദ കാണക്കുടിയാൻ ഡിഡ് നോട്ട് ഹാവ് ദ റൈറ്റ് ടു സെൽ ഓർ ട്രാൻസ്ഫർ ദിസ് ലാൻഡ്, ഹി ജസ്റ്റ് ഹാഡ് ദ റൈറ്റ് ടു കൾട്ടിവേറ്റ് ഇൻ ദിസ് ലാൻഡ്. കാണക്കുടിയാന് ഈ ഭൂമി ട്രാൻസ്ഫർ ചെയ്യാനോ വിൽക്കാനോ ഒന്നും പറ്റത്തില്ല. ഹി ജസ്റ്റ് ദ റൈറ്റ് ടു കൾട്ടിവേറ്റ് ഓൺ ദിസ് ലാൻഡ്. ഈ ഭൂമിയിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ മാത്രമേ പുള്ളിക്ക് റൈറ്റ് ഉണ്ടായിരിക്കത്തുള്ളൂ. അതാണ് വെറും പാട്ടം എന്നൊക്കെ പറയുന്നത്. പിന്നെ അടുത്തത് കുഴിക്കാണം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കുഴിക്കാണം വാസ് എ കൈൻഡ് ഓഫ് ടാക്സ് റിബേറ്റ് that existed during this period. According to this,
All the plants which had not yet started yielding were exempted when the പാട്ടം was calculated by the ജന്മീസ്. ജന്മി പാട്ടം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതുവരെയും കായ്ഫലം തന്നിട്ടില്ലാത്ത വൃക്ഷങ്ങളെ എല്ലാം ഒഴിവാക്കും. ഇതിനെയാണ്, ഈ ഒഴിവാക്കുന്നതിനെയാണ് കുഴിക്കാണം എന്ന് പറയുന്നത്. അപ്പൊ ഇതും അന്നുണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടെഴുത്ത്, കണ്ടെഴുത്ത് എന്ന് പറയുന്ന രണ്ട് സംഭവമാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടെഴുത്തും കണ്ടെഴുത്തും ഒക്കെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. ഏകദേശം 18-ാം നൂറ്റാണ്ട് കാലഘട്ടത്തില് മലബാറില് മൈസൂർ സുൽത്താൻമാരുടെ കാലത്താണ് ഈ ടാക്സ് പിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന ഒരു രീതി വന്നത്. പിന്നീട് ബ്രിട്ടീഷുകാരന്മാര് വന്നതിന് ശേഷം കൃത്യമായി ഭൂമി സർവേ ചെയ്തു. എന്നിട്ട് അവര് ലാൻഡിനെ ഏക്കർ, സെന്റ് ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. സിമിലർ ലാൻഡ് സർവേ വേർ കണ്ടക്ടഡ് ഇൻ കൊച്ചി ആൻഡ് ട്രാവൻകൂർ. അതുപോലെ കൊച്ചിയിലും ട്രാവൻകൂറിലും ഇതേപോലെ ലാൻഡ് സർവേകൾ നടന്നു. ഇൻ കൊച്ചി ഇറ്റ് വാസ് നോൺ as കേട്ടെഴുത്ത്. അങ്ങനെ കൊച്ചിയിൽ നടന്ന ലാൻഡ് സർവേക്കാണ് കേട്ടെഴുത്ത് എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ നടന്ന ലാൻഡ് സർവേക്ക് കണ്ടെഴുത്ത് എന്ന് പറയുന്നു. അക്കോർഡിംഗ്ലി ടാക്സ് വാസ് ഫിക്സഡ് ഓൺ ദ അസസ്ഡ് ലാൻഡ്. അങ്ങനെ ലാൻഡ് അസസ് ചെയ്തതിന് ശേഷം ടാക്സ് ഫിക്സ് ചെയ്തിരുന്നു. അപ്പൊ കേട്ടെഴുത്ത് കണ്ടെഴുത്ത് എന്താണെന്ന് ചോദിച്ചാല് കൊച്ചിയിൽ നടന്ന ലാൻഡ് സർവേ, കൊച്ചിയിൽ നടന്ന ലാൻഡ് സർവേയാണ് നമ്മൾ കേട്ടെഴുത്ത് എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ നടന്ന ലാൻഡ് സർവേ നമ്മൾ കണ്ടെഴുത്ത് എന്നും പറയുന്നു. പിന്നെ ഉള്ളത് അഗ്രികൾച്ചർ ആൻഡ് ഒക്കുപേഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് ഏതൊക്കെ തരത്തിലുള്ള ഭൂമി, എങ്ങനെയൊക്കെ കൃഷി ചെയ്തിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. നിരവധി വെറൈറ്റീസ് ഓഫ് പാഡി കൾട്ടിവേറ്റ് ചെയ്തിരുന്നതായിട്ട് പറയപ്പെടുന്നു. ഫാർമിംഗ് വാസ് ഡൺ ഇൻ വയൽസ്, പറമ്പ്, പുരയിടം ആൻഡ് മലമ്പ്രദേശങ്ങൾ ഇൻ ദോസ് ടൈംസ്. ഈ പറഞ്ഞ മേഖലയിലൊക്കെ കൃഷി ചെയ്തിരുന്നു. പാഡി വാസ് ദ മെയിൻ ക്രോപ്പ് ഇൻ വയൽസ്. ദേ യൂസ്ഡ് ടു കൾട്ടിവേറ്റ് പാഡി, ഹോഴ്സ് ഗ്രാം, മില്ലറ്റ്സ്, ടർബിൻസ് ആൻഡ് പറമ്പു, കോക്കനട്ട്, അരക്കനട്ട്, പെപ്പർ, ജിഞ്ചർ, ടർമറിക്, പൾസസ് ആൻഡ് ട്യൂബേഴ്സ് were also cultivated. Upland paddy was grown in highlands. Forest producers were also collected from highlands. ഈ ഭാഗത്ത് നിന്നും പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ല. പിന്നെ അടുത്തത് ഇവിടെയും ഇല്ല. ഇവിടെയും നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് അന്ന് മഴക്കാലങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ ഇടവപ്പാതി, നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷം, ഇങ്ങനെ രണ്ട് മഴക്കാലങ്ങളെയാണ് ആശ്രയിച്ച് കൃഷി ചെയ്തിരുന്നത്. ഇനി ഇവിടെ നിന്ന് ചോദ്യം വരാറുള്ളത് ഈ ഭാഗത്ത് നിന്നാണ്, ഒക്കുപേഷണൽ ഗ്രൂപ്പുകളെ കുറിച്ചാണ്. മെഡീവൽ പീരീഡിലെ പ്രധാനപ്പെട്ട ഒക്കുപേഷണൽ ഗ്രൂപ്പുകൾ. പീപ്പിൾ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ദ മേക്കിംഗ് ഓഫ് അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ്സ്. ഒന്നാമത്തെ വിഭാഗം കൃഷിയിൽ വ്യാപൃതരായിരുന്നവർ, കൃഷി ആശ്രയിച്ച് ജീവിച്ചിരുന്നവർ, കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ളവർ, ഇങ്ങനെ ഒരു വിഭാഗം. സെക്കൻഡ് വൺ, പീപ്പിൾ ഇൻവോൾവ്ഡ് ഇൻ ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ദ മേക്കിംഗ് ഓഫ് മെറ്റൽ എക്യുപ്മെന്റ്സ്. കൈത്തൊഴിലുകളൊക്കെ ചെയ്തവർ, മെറ്റൽ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്നവർ. മൂന്നാമത്തെ വിഭാഗം, പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ട്രേഡ്, കച്ചവടക്കാര്, കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നവർ. പീപ്പിൾ ഇൻവോൾവ്ഡ് ഇൻ വീവിംഗ് ആൻഡ് ഓയിൽ പ്രൊഡക്ഷൻ, നെയ്ത്ത്, എണ്ണ ഉൽപാദനം, ഇതൊക്കെ തൊഴിലാക്കിയ വിഭാഗം. പീപ്പിൾ ഇൻവോൾവ്ഡ് ഇൻ ടെമ്പിൾ റിച്വൽസ്, ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ചവർ. ഒഫീഷ്യൽസ് കണക്റ്റഡ് ടു ദ നാടുവാഴി സ്വരൂപംസ്, നാടുവാഴി സ്വരൂപങ്ങളിലെ ഉദ്യോഗസ്ഥര്. ഇങ്ങനെയാണ് അന്നുള്ള ഒക്കുപേഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും മേഖലകളിലാണ് ആളുകൾ ജോലികൾ ചെയ്തിരുന്നത്. പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ദ സെയിം ഒക്കുപേഷൻ ഇവോൾവ്ഡ് ഇൻ ടു ദ ഓൺ കാസ്റ്റ് ലേറ്റർ. എന്നിട്ട് ഒരു ജോലി ചെയ്യുന്ന വിഭാഗക്കാര് കാലക്രമേണ ഒരു കാസ്റ്റായി മാറി. എങ്ങനെയാണ് ഒക്കുപേഷന്റെ ബേസിസിൽ കാസ്റ്റ് ഉണ്ടാവുന്നത്? തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജാതി ഡെവലപ്പ് ചെയ്യപ്പെട്ടു വന്നു. ഒരു ജോലി ചെയ്യുന്നവർ ഒരു ജാതിയായി മാറി. ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊല്ലപ്പണി ചെയ്യുന്നവർ ഒരു ജാതിയായി, ഗോൾഡ് സ്മിത്തുകൾ ഒരു ജാതിയായി മാറി, കാർപ്പന്റേഴ്സ് ഒരു ജാതിയായി മാറി, ഒരു തൊഴിൽ ചെയ്യുന്നവർ ഒരു ജാതിയായി മാറി. ഒക്കുപേഷന്റെ അടിസ്ഥാനത്തിൽ കാസ്റ്റ് ഉണ്ടായി. The Adiyalars who used to farm during in the medieval times occupied the lowest ring in the caste hierarchy, whereas the Brahmins were at the top. ഇന്നത്തേതുപോലെ അല്ലെങ്കിൽ മുമ്പ് കാലത്തുണ്ടായിരുന്നത് പോലെ കാസ്റ്റ് ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിൽ ബ്രാഹ്മണന്മാരായിരുന്നു. ഏറ്റവും താഴെ എന്ന് പറയുന്ന അടിയാളർ എന്ന് പറയുന്ന വിഭാഗമാണ്. അതായത് പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നവർ. ഇങ്ങനെ പണിയെടുക്കുന്ന അടിയാളർ ഏറ്റവും താഴത്തെ വിഭാഗവും ബ്രാഹ്മണന്മാർ ഏറ്റവും ഉയരെയുള്ള വിഭാഗവുമായി മാറി. അങ്ങനെയുള്ള ഒക്കുപേഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടായി വന്നു. പിന്നീട്
മലബാർ, കൊച്ചി, തിരുവിതാംകൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ